ഹായ് ഹലോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് താത്ത വന്നിരുന്നിട്ട് അടിക്കും കൊല്ലും തല്ലും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വീട്ടിൽ കയറുമെന്ന് അടിക്കുമെന്ന്, പിന്നെ ഞാനൊരു പോലീസ് സ്റ്റേഷനിലും അടിച്ചു എന്ന് പറഞ്ഞൊരു ഇതില്ല, എവിഡൻ്റ് ഇല്ല. അത് വെറുതെ വായി തീരുന്നത് പറയരുത് താത്ത. ഇനി അടുത്ത കേസ്, എന്നെ അടിച്ചു എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നെയെന്നല്ല, പിന്നെ പറയുന്നുണ്ട് വീട്ടിൽ കയറി അടിക്കുമെന്നൊക്കെ. നമ്മൾ ഈ പാമ്പിനെ കണ്ടിട്ടില്ലേ? അത് ചവിട്ടിയെ കടിക്കാത്ത സാധനമില്ല, അതുകൊണ്ട് കടിക്കുവാണ്. വന്ന് നോക്ക്, അത്രേ പറയുന്നുള്ളൂ. അപ്പം നേരത്തെ കണക്കല്ല, ഉറപ്പായിട്ടും അടി കിട്ടും. അത് വേറെ 100% ഞാൻ ഉറപ്പ് തരാം. പിന്നെ VRS കുർത്തിയുടെ കാര്യത്തിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ പേരിലൊരു കേസ് കടക്കിൽ കൊടുത്തിരുന്നു. അതിനുശേഷം ഇന്ന് കൊട്ടാരക്ക DYSP ഓഫീസിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ നാളെ 12 മണിക്ക് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്, പോകണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. കാര്യം ബിക്കോസ് ഞാൻ എന്ത് ക്രൂരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒരു ഇൻസ്റ്റാ പേജിൽ വന്ന കാര്യങ്ങളും ഇതുമായിട്ട് ഇവരെ പറ്റി ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളും ഞാൻ വിളിച്ചു പറഞ്ഞു എന്നുള്ള കാര്യം 100% ശരിയാണ്. ഇതിനെ തൂക്കി വല്ല എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ ഓക്കെ ആയിക്കോട്ടെ, ഐ എഗ്രി. അപ്പോൾ കടിച്ച ഇതില്ലാത്തത്. അപ്പോൾ VRS കുർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും വരും, വന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഗ്രാജ്വലി ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയുന്നുണ്ട്. സോ ഒലിവിയ എന്ന് പറയുന്ന സ്ഥാപനത്തെ പൂട്ടാൻ VRS കുർത്തി കാണിച്ചത് എല്ലാ ഇതും കിക്കിൻ്റേതടക്കമുള്ള എല്ലാ നാറിയ കൊട്ടേഷൻ പണിയും വെളിയിൽ വരാൻ പോവുകയാണ് വരിയായിട്ട്. പിന്നെ എന്താ പറഞ്ഞേ, പേടിച്ചോടിയതല്ല, ഇഷ്ടമുള്ളവർ പ്രശ്നങ്ങൾ വരല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിയാലും പ്രശ്നങ്ങളുമായിട്ട് വരികയാണെങ്കിൽ വിടില്ല, ഇനി വിടില്ല. അതിനി താത്തയല്ല, ആരായാലും. ഞാൻ ആരെയും തെറി പറഞ്ഞിട്ടില്ല, അസഭ്യം പറഞ്ഞിട്ടില്ല, മോശമായിട്ടൊരു ഇത് പറഞ്ഞിട്ടില്ല. ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരങ്ങൾ നിങ്ങളെ അത്രത്തോളം നിങ്ങളെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ VRS കുർത്തി നിങ്ങൾ ഭയക്കുന്നു. നിങ്ങളെൻ്റെ വീഡിയോസിനെ ഭയക്കുന്നു, എൻ്റെ ചോദ്യങ്ങളെ നിങ്ങൾ ഭയക്കുന്നു. ഇതിന് ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശമുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഉന്നയിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തിന് ഷബീന ബീബി അടക്കമുള്ള ഈ പറയുന്ന കൺമണി അടക്കമുള്ളവരുടെ ഗ്രൂപ്പിൽ പ്ലാൻഡ് ഗ്രൂപ്പിൽ എന്തിനംഗമായി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ആൻസറില്ല. അതിന് കൺമണിക്ക് ആൻസറില്ല. കൺമണി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ വെച്ചേക്കാം. കൺമണി കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഇത്രയും വലിയൊരു അതായത് ഒലിവിയ അറിയാം, ഇത്രയും വലിയൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള, ഇത്രയും കേരളത്തിൽ VR സ്റ്റാർ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് ഉൽപ്പന്നം, മാർക്കറ്റിൽ തന്നെ ഉള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ മുതലാളിയെ അറിയില്ലായിരുന്നു എന്നാണ് കൺമണി പറയുന്നത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബിക്കോസ് എന്താ പറയുന്നത്, ബിഗ് ബോസിലുള്ള അതിൻ്റെ ഡയറക്ടറായ, അത് വെറും ഡയറക്ടറല്ല, കൊറിയോഗ്രാഫിയുടെ ഒരു ഡയറക്ടറായ ഹാഫിസ് അലിയെ വരെ അറിയാവുന്ന കൺമണിക്ക് VRS കുർത്തി എന്ന് പറയുന്ന മുതലാളിയെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ഇരുന്ന് സംസാരിച്ചു. അതിന് കഴിഞ്ഞിട്ട് കൺമണി ഒരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു, വ്യക്തമായിട്ട് ഇനി ഞാൻ എന്തായാലും പറയും. നിങ്ങളെൻ്റെ ചോദ്യങ്ങളെ ഭയക്കുന്നു, ആൻസറുകളില്ല, നിങ്ങൾ തെറി വിളിച്ചു. നിങ്ങളെന്നെ എൻ്റെ പേഴ്സണലി എൻ്റെ മൊബൈലിലേക്ക് വിളിച്ച് എൻ്റെ തള്ളയ്ക്ക് വിളിച്ച സ്ത്രീയാണ്. എന്ത് തെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ തള്ളയ്ക്ക് വിളിച്ചോ? ഇല്ല. ഓക്കെ, അപ്പം ഇതെല്ലാം ചെയ്തതാണ്. എന്നിട്ട് ഞാനൊന്നും പറയാൻ പോയില്ല. കാര്യം ബിക്കോസ് എന്താ പറയുന്നത്, കാലം തെളിയിക്കുമെന്നാണ് വിചാരിച്ചത്. ഇല്ല, കാലം ഞാൻ വഴിയാണ് തെളിയിക്കുന്നെങ്കിൽ ഇനി ഓരോന്നും സംസാരിച്ചിരിക്കും. ഐ എഗ്രീഡ്. ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ വൃത്തികേടുകളും ഞാൻ വെളിയിൽ കൊണ്ടുവന്നിരിക്കും. എല്ലാത്തിനും ഒരു ഇതുണ്ട്. തോറ്റു പിന്മാറി എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ദിസ് ഈസ് നോട്ട് ഫെയർ ഒരിക്കലും. പിന്നെ വീഡിയോകൾ
തുടരെ വരും. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളറിയും, കൂടുതൽ വാർത്തകളുമായിട്ട് വരും. അതേ കണക്ക് ഇവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവർക്ക് ഈ സ്ഥാപനത്തോടുള്ള വെറുപ്പ് എന്താണെന്ന്. അതായത് കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും കൊടുക്കുന്നതിനെക്കാട്ടിലും വില കുറച്ച് ഇവർ കുർത്തീസ് കൊടുക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുറേ യൂട്യൂബേഴ്സിനെ വെച്ച്, കുറേ ലേഡി യൂട്യൂബേഴ്സിനെ വെച്ച് ഇതിനെപ്പറ്റി ഈ 400 രൂപയുടെ കുർത്തയും 1200 രൂപയ്ക്ക് വാങ്ങിയും 800 രൂപയ്ക്ക് വാങ്ങിയ കുർത്തയായിട്ട് കമ്പയർ ചെയ്ത് വരെ അവർ സംസാരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അന്ന് തന്നെ യൂട്യൂബിനെ വെച്ചൊരു കളി കളിക്കുകയും ഈ പറയുന്ന ഒലിവിയ എന്ന് പറയുന്ന സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. സോ 400 രൂപയുടെ കുർത്തിക്ക് ചിലപ്പം സ്റ്റിച്ചിങ്ങിൻ്റെ പ്രോബ്ലം കാണും, ബാക്കിയുള്ള പ്രോബ്ലങ്ങളൊക്കെ കാണും. കാര്യം പ്രോപ്പർ 1200 രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ പ്രോപ്പർ സ്റ്റിച്ചിങ്ങോ ബാക്കി കാര്യങ്ങളോ ഒന്നും കാണില്ല. നിങ്ങൾക്കറിയാം 199 രൂപയ്ക്ക് ഷർട്ട് കിട്ടും, ഈ പറയുമാതിരി ബ്രാൻഡഡായിട്ടുള്ള ഷർട്ട് കിട്ടും അല്ലേ. അപ്പോൾ ഇതിനകത്ത് സ്റ്റിച്ചിങ്ങിലൊക്കെ വ്യത്യാസങ്ങൾ കാണും, സ്വാഭാവികമാണ്. പ്രോപ്പർ എന്തുവാന്ന് പക്കയൊന്നും ആവണമെന്നൊന്നുമില്ല. അപ്പോൾ 400 രൂപയുടെ കുർത്തിയും 1200 രൂപയുടെയും 800 രൂപയുടെയും കുർത്തിയും ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട്. 400 രൂപയ്ക്ക് ഇവിടെ കുർത്തി തരുന്നുണ്ടെന്നുള്ളത് നിസ്സാര കാര്യമല്ല. സോ ഇപ്പോൾ ഇവർ 400 രൂപയ്ക്ക് കുർത്തി ഇറങ്ങിയിട്ടുണ്ട്. ഈ 2 സാധനം മെറ്റീരിയൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 400 രൂപയുടെ കുർത്തിയിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഒരു ഫോട്ടോ, ഇവരുടെ കുർത്തിയുടെ ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഇവരുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നല്ല, ഇവർ 3-4 പേര് 4-5 പേര് ഇവർ ഉൽപ്പന്നങ്ങൾ, ഇത് നിങ്ങൾ വ്യക്തമായിട്ടറിയോ, ഒലിവിയയും ഇതുമായിട്ടുള്ള മാത്രം വിഷയമല്ല, ഇതിൻ്റെ ലീഡറായിട്ട് നിൽക്കുന്ന സ്ത്രീയാണ് ഈ VRSൻ്റെ ഇത്. അപ്പം ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ VRSലെ ആ സ്ത്രീയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നം ഉണ്ടാക്കുന്നവരും ഇത് വിതരണം ചെയ്യുന്നവരും തമ്മിലുള്ളൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം ഇത്രയും വില കുറച്ച് ഒലിവിയ ഈ സാധനങ്ങൾ വിൽക്കുന്നതാണ് ഇവർക്ക് വിഷയം. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിനി വീഡിയോ ആയിട്ട് വരും, എന്താ പറയുന്നത്, ഈ വിഷയം ഞാൻ വിടാമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾക്കറിയാം ഏതെല്ലാം രീതിയിൽ ഈ താത്ത എന്ന് പറയുന്നവർ ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. നിന്ന് കൊടുക്കാൻ തയ്യാറല്ല, ഒളിച്ചോടി എവിടെ വരെ പോവും, താല്പര്യമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.